പോയിട്ട് വരാം. എന്താണ് ഇപ്പൊ പുറത്തുള്ള അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പോവാ അല്ലേ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറോണേൻ്റെ സമയത്ത് ഞാൻ രണ്ടും ഖത്തറിൽ ട്രാവൽ ചെയ്ത കുറച്ച് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നല്ല, രണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ രാത്രിക്കും പകലും ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ എടുത്ത കുറച്ച് ഒരു കുട്ടി കുട്ടി വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 വീഡിയോസ് ഞാൻ ചേർത്തിട്ട് ഒറ്റൊരു വീഡിയോ ആക്കിയതാണ്. പിന്നെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഖത്തറിൽ ഒന്നല്ല വേറെ 2 വീഡിയോസ് ഉണ്ട്. അത് നമ്മൾ ഖത്തറിലുള്ള കോർണിഷ് അതുപോലെ തന്നെ സൂക്ക് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം നമ്മൾ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്താ പറയണ്ടേ, അതിൽ നിന്നേണ്ട വോയിസും അതുപോലെ തന്നെ ചെറിയ ചെറിയ നിന്നേണ്ട ക്ലിപ്പിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. അത് കൂടാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോന് ലൈക്ക് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ഗ്ലൗസും മാസ്കെല്ലാം ഇട്ടിട്ട് എങ്ങോട്ടേക്കാണ്. നമുക്ക് വെറുതെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. എന്താണ് ഇപ്പൊ പുറത്തുള്ള അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പോവാ അല്ലേ? ഖത്തറിന് എപ്പോഴും നമുക്ക് റൂം മാറൽ തന്നെയായിരുന്നു പണി. അപ്പം മദീന ഖലീഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്കൂളുണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് കുറച്ച് ദൂരെയാണ് ഹിലാൽ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയായിരുന്നു നമ്മൾ ആദ്യത്തെ റൂം. അവിടുന്ന് പിന്നെ മാറിയിട്ടാണ് ഈ മദീന ഖലീഫ സ്കൂളിനടുത്ത് തന്നെ ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഇതിനകത്തുള്ള ഞാൻ ഈന്തപ്പഴമെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈത്തപ്പഴം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ റൂമിലായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വിശാലമായ റൂം കൂടി നമുക്ക് കിട്ടി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അധികം ഇങ്ങനെ എന്താ പറയുക, റൂമിൽ നിന്ന് മടുക്കുമ്പോൾ വൈകുന്നേരം വെറുതെ പുറത്തേക്ക് നടക്കാനിറങ്ങും. അപ്പോൾ ഇത് ആ കൊറോണ മൂർച്ഛിച്ച് നിൽക്കുന്ന ആ ഒരു സമയമില്ലേ, ആ ടൈമിലാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം ഈ മാസ്കും ഗ്ലൗസൊന്നും ഇല്ലാണ്ട് അന്നേരം അവിടെ പുറത്തിറങ്ങാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെയാണ് അതെല്ലാം വാരിക്കെട്ടിട്ട് നടക്കുന്നത്. അപ്പം ഈ കടയിൽ നിന്നായിരുന്നു നമ്മളധികം സാധനങ്ങളെല്ലാം വാങ്ങലേ. പിന്നെ ഇവിടെ ചില വീടിൻ്റെ എല്ലാം മുന്നിൽ നമുക്ക് ഇതുപോലെ ബോട്ടെല്ലാം നിർത്തിയിട്ട് കാണാൻ പറ്റും. ഇവർ അറബികളെല്ലാം ഈ വീക്കെൻഡൊക്കെ ആകുമ്പം ഇതും എടുത്തിട്ട് മീൻസ് വണ്ടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പം ഈത്തപ്പഴമെല്ലാം ആവുന്ന സമയമാണ് കുറേ സ്ഥലത്ത് കാണാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് അവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഈ വേപ്പിൻ്റെ വലിയ വലിയ മരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഇതില്ലേ മുരിങ്ങേൻ്റെയും മരങ്ങളാണ് കൂടുതൽ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ ചിക്കൻ വാങ്ങേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ വെറുതെ എടുത്തേക്കാന്ന്. നമ്മളെ പഴയ ചാനലിൽ എന്താണ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ വീഡിയോ ആയിരുന്നു ആ സമയത്ത് ഇടലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ദൂരെ കാണുന്നത് നമ്മളെ ഖത്തറിൻ്റെ ക്യാപിറ്റൽ ദോഹയാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ബസ് സ്റ്റോപ്പിൽ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ ചിക്കൻ്റെ കട കേട്ടോ. അങ്ങനെ നിന്നാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ബംഗാളിനോട് പറഞ്ഞ് പിന്നെ ചിക്കൻ മുറിക്കുന്ന വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ബംഗാളിൻ്റെ സമ്മതത്തോടു കൂടി വീഡിയോ എടുത്തതാണ്. അവിടെ വേറെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവുണ്ട്, പ്രാവിൻ്റെ ഇറച്ചി കിട്ടും. അതുപോലെ നാടൻ കോഴി കിട്ടും. പിന്നെ താറാവ്, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇതന്ന് നിന്നാണ് എടുത്ത വീഡിയോ ആണേ. അപ്പോൾ അയാളോട് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു ചിക്കൻ എങ്ങനെ വൃത്തിയാക്കുന്ന മുതലുള്ള എല്ലാം ഉണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട്. എന്നിട്ട് അന്ന് പിന്നെ ഞാൻ എനക്കെന്തോ പോലെ തോന്നിട്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയതായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും എന്താ പറയണ്ടേ, റൂമിലിരുന്ന് മടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോൾ ഇതുപോലെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങും കേട്ടോ. അങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഷവർമയും വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒരു കറക്റ്റ് എന്ന് പറയും, അങ്ങനെ ചായയും വാങ്ങും, അതുപോലെ തന്നെ ഷവർമയും. നാട്ടിലത്തെ ഷവർമയൊന്നും ഒന്നുമല്ല കേട്ടോ. എനിക്ക് അവിടുത്തെ ഷവർമ ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ വേറെ തുർക്കിഷ് ഷവർമ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ അതെല്ലാം ഇപ്പം ഞാൻ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ പിന്നെ ഇതാ റൂമിലെത്തി ഷവർമ കഴിച്ചു കേട്ടോ. ഹായ് ഓൾ, നമ്മളിന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഖത്തറിൻ്റെ എന്താ പറയുക ശാന്തമായ ഒരു സമയമാണിപ്പോൾ. നട്ടപ്പാതിരയായി. വെറുതെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചാ. കുറേ കാലമായി പുറത്തിറങ്ങിയിട്ട്. ഞാൻ ഇതിനോട് പറയല എനിക്ക് സൂര്യനെ കാണണം കേട്ടോ. അപ്പൊ ഫോണ് കൈ പിടിച്ചിട്ടാണുള്ളത്. ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലറ ചില്ലറ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പോകുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ രണ്ടാളും കൂടി കയ്യും പിടിച്ച് നടക്കുന്ന. രാത്രിക്ക് ഇതുപോലെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇത് ഏകദേശം ഒരു 11 മണിക്കെങ്ങനെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. വണ്ടിയെല്ലാം നല്ല കുറവാണ്. കൊറോണയും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലേക്ക് കൂടി റോഡ് പോവും, വണ്ടികൾ പോകും. അതിൻ്റെ നടുക്കേ കൂടി നമ്മളിങ്ങനെ നടക്കും. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ വലിയ ബിൽഡിങ്ങിൽ പിന്നെ ഈ ജിമ്മുണ്ട്. അപ്പം നമ്മളധികം നടക്കുമ്പോൾ ഇതിനാണ് എന്നോട് പറയും, അങ്ങനെ ജിമ്മിലെ ആൾക്കാരെല്ലാം നമ്മളെ നോക്കുന്നുണ്ടാവും. ചിലപ്പോൾ എല്ലാവരും കുശുമ്പിലായിരിക്കും നോക്കുന്നുണ്ടാവുക. ആരും അങ്ങനെ പെണ്ണുങ്ങളെയൊന്നും കൂട്ടൂലാണ് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര തള്ളലും തള്ളും കേട്ടോ. നമ്മളീ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പോയിക്കൊണ്ടിരുന്ന സ്കൂള് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സിഗ്നലെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്രോസ് ചെയ്തിട്ട് പോയിരുന്നു വേണ്ടത്. അതിലൊരു പേടിയൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാം ശീലമായി. പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാനും പോകലുണ്ടായിനെ. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ തണുപ്പത്തൊക്കെ ഇങ്ങനെ നടന്നു പോകലായിരുന്നു. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ വിചാരിക്കും, എന്തൊരു കഷ്ടപ്പാടാണ് നടക്കാൻ. മറ്റേത് മീൻസ് സ്കൂളിലെ ജോലിയും കഴിഞ്ഞ് വന്ന് എന്നിട്ട് പിന്നെ വീട്ടിലൊന്നും ഒരുക്കാണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചോറോ എന്തെങ്കിലും വരി കഴിക്കും. എന്നിട്ട് നേരെ പോകാമെന്ന് കേട്ടോ ചെയ്യാം ട്യൂഷൻ എടുക്കാൻ പോയിട്ട്. അപ്പം തണുത്ത് പറിച്ച് പോകുമ്പോഴെല്ലാം ഒരു രസമായിരിക്കും ഇരുട്ടത്ത് ഇങ്ങനെ ഒറ്റക്ക് നടക്കുമ്പം. പക്ഷേങ്കിൽ എന്താ പറയുക, എന്തോ ഒരു സുഖക്കുറവും ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിനൊന്നും നടക്കും. പിന്നെ നമ്മളിങ്ങനെ ചളി എന്തെങ്കിലും അടിക്കും, എന്തെങ്കിലും ഭാവിയും ഭൂതവും ഭർത്താവും എല്ലാം പറഞ്ഞിങ്ങനെ നടക്കുക കേട്ടോ ചെയ്യൽ. ഒരുപാട് ആൾക്കാർ പൊതുവേ നടക്കാനൊക്കെ ഉണ്ടാവലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അവിടുത്തെ ഒരു അറബീൻ്റെ വലിയ വീടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കുഞ്ഞു റൂമിൽ നിൽക്കുമ്പം അങ്ങനെയല്ല നമ്മളവിടെ നിൽക്കുക. അപ്പം ഇവരെ വീട്ടിലും കാണുമ്പോൾ നമ്മളിങ്ങനെ നമുക്കൊന്നും നാട്ടിൽ വലിയ വീടെല്ലാം ഉണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നടക്കും കേട്ടോ. ചില വീട്ടിലെല്ലാം കാണാൻ നല്ല രസമായിരിക്കും. ചിലതെല്ലാം ഇങ്ങനെ ആർഭാടിച്ച് പോഷിച്ച് അങ്ങനെയെല്ലാം കാണുമ്പം വലിയ രസമൊന്നും തോന്നുന്നില്ല. അപ്പം ഈ വീട്ടിലെന്നാ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്കിപ്പം 2 വലിയ ആഡംബര കാറുകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിന്നാണ്ട് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ലേ. അപ്പം നിന്നാണ്ട് ഇങ്ങനെ വിഷമത്തിൽ പറയും എപ്പാണേ വണ്ടി ഓടിക്കുക. കാരണം നാട്ടിലൊരു കാറ് വെറുതെ ഇട്ടിട്ടാണ് അവിടെ ഇങ്ങനെ അലിഞ്ഞിട്ട് നടക്കുന്നത്. അപ്പം അതിൻ്റെ എല്ലാം വിഷമമാണ് എന്തല്ലോ ഇങ്ങനെ പറയും. അതിൻ്റെ ഉള്ളിൽ കണ്ട ഈ ടയറിൻ്റെ ഇതുപോലത്തെ സീറ്റെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, കണ്ടില്ലേ. പിന്നെ ഇതാ പിള്ളേർക്ക് സ്വന്തമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കൊക്കെ ഉണ്ടാവും ഈ അറബികളെ വീട്ടിൽ കേട്ടോ. നമ്മുടെ അമ്പലത്തിലെല്ലാം പോലുണ്ടല്ലോ പിള്ളേർ ഈ തുള്ളി കളിക്കുന്ന സംഭവമെല്ലാം, അതെല്ലാം ഇവരെ വീട്ടിലുണ്ടാവും. കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും വലിയത്. അപ്പം നമ്മളെ റൂമിൽ നിന്ന് നമ്മളിങ്ങനെ സൗണ്ടെല്ലാം കേൾക്കും ഇവരിങ്ങനെ പുറത്തുനിന്ന് കളിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് നടക്കുവാന്ന് കേട്ടോ. പക്ഷെ എൻ്റെ കണ്ണ് തിളങ്ങുന്നുണ്ടോ? ആ അതുകൊണ്ടല്ലേ കണ്ണ് നോക്കിയ അത് പേടിച്ചിട്ട് ഓടിപ്പോയി.
ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ കൊറോണേൻ്റെ ഒന്നടങ്ങിയ സമയത്ത് ഖത്തറിലുള്ള കോർണിഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് കേട്ടോ. It's not a game, it's a rich thing. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം ഈ ഒരു സമയത്താണ് പുറത്തിറങ്ങുന്നത് എന്ന് തന്നെ പറയാം. ഇടയ്ക്കൊന്ന് രാത്രിക്ക് നടക്കാനിറങ്ങുന്നല്ലാണ്ട് കുറേ കാലമായി പുറത്തിറങ്ങിയിട്ട് 3 മാസത്തോളമായി തോന്നുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം 6:30 കൂടിയാണ് പുറത്തിറങ്ങിയത്. അവിടെ ഓപ്പൺ ആണോന്നൊന്നും അറിയില്ല, എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പോകുന്നുണ്ട് ഈ ഒരു വൈകുന്നേരത്തെ സമയം പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഈവനിങ് വൈബ്സും കിട്ടും, അതുപോലെ ആ രാത്രിത്തെ കുറേ കാഴ്ചകളും കാണാൻ പറ്റും. ആ ഒരു പാലിറങ്ങിയതിന് ശേഷമുള്ള സൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പം തന്നെ എല്ലാ ലൈറ്റ്സും ഓണാണ്. പിന്നെ ഇത് ആ ഒരു ചില്ല് കൂടാനും പോലെ കാണുന്നുണ്ടോ? സംഭവം വേറൊന്നുമല്ല, ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ടിലേക്ക് കൂടിയാണ് മെട്രോ പോകുന്നത്. ആ ബിൽഡിങ് കണ്ടോ? കാണുമ്പോൾ കൊട്ടാരം പോലെ ഉണ്ടല്ലേ, പക്ഷെ കൊട്ടാരം എന്നല്ല കേട്ടോ. ഞാൻ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ളതുകൊണ്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാ ഷോപ്സും ഓപ്പൺ ആണ്. കൊറോണ കാരണം അടച്ചിട്ടിട്ടുള്ള എല്ലാ ഷോപ്പും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ എത്താറായിട്ടുണ്ട് കോർണിശ്ശേരിയിലേക്ക്. ആ കാണുന്ന കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നില്ലേ, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അങ്ങനെ നമ്മളെത്തി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു കോർണിഷ്. It's not a game, it's a rich thing. അപ്പം വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് ലാസ്റ്റ് വരുന്ന സമയത്ത്, അതായത് പ്രഗ്നൻ്റ് ആയിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ റോഡ് വഴിയായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസെല്ലാം ഈ ദോഹ ഏരിയയിലാണ്. അപ്പം എൻ്റെ വിസേൻ്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം ഇങ്ങനെ വണ്ടി ഇപ്പം ഈ കടലിൻ്റെ അങ്ങോട്ടുള്ള ആ റോഡില്ല, അതുവഴിയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇതിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വന്നത്, ചിലപ്പോൾ എനിക്കിനി ഇതൊന്നും ഇങ്ങോട്ടേക്ക് വരാനോ കാണാനോ ഒന്നും പറ്റില്ലായിരിക്കും. അതായിരിക്കും നമ്മൾ അന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടാകുക. അന്നേരം ഒന്ന് ഇതിനേട്ടം പറഞ്ഞത് അതിനെന്നാണ് ഞാൻ നാട്ടിലേക്ക് വന്നാൽ പിന്നെ എല്ലാം ശരിയായില്ല എന്നായിരുന്നു. ടോട്ടൽ 7 കിലോമീറ്ററോളം ഇതിന് ദൂരമുണ്ട് ഈ ഒരു കോർണിഷ് ഏരിയക്ക് എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ ലക്ഷറി ഹോട്ടൽസ്, ക്ലബ്സ്, അപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ബിൽഡിങ്സ് അങ്ങനെയൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഈ ഒരു കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ട് ജോഗിങ് ചെയ്യാൻ, എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മൈൻഡൊന്ന് പീസ്ഫുൾ ആകാൻ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ മാത്രം മതിയാകും. ദൂരെ നിന്നൊരു ബോട്ട് വരുന്നത് കണ്ടോ? ഇതിൽ നമുക്ക് ഈ ഒരു കടലിന് ചുറ്റും യാത്ര ചെയ്യാൻ പറ്റും. മുന്നേ 20 റിയാലായിരുന്നു, ഇപ്പം എത്രയാണെന്ന് അറിയില്ല കേട്ടോ, ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അവിടെ ഇവിടെ നിർത്തിയിട്ടിട്ട് ആൾക്കാരിങ്ങനെ വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ട് കണ്ടപ്പോൾ നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തതാണ് ഓർമ്മ വന്നത്. ഇതിൽ പക്ഷേ സ്റ്റേ ഒന്നും ഇല്ല കേട്ടോ, പക്ഷേ നല്ല സോഫ സെറ്റും അതുപോലെ
TV, അതുപോലെ നല്ല എന്താ പറയുക അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കടലിന് ചുറ്റും ഒന്ന് സഞ്ചരിച്ചിട്ട് വരാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഈ മാനം മുട്ട് നിൽക്കുന്ന ഈ ബിൽഡിങ്ങുകളാണ്. ഇതിൽ കുറേ ബിൽഡിങ്ങുകളിലൊക്കെ ഇപ്പോൾ പണി നടക്കുന്നത് കൊണ്ട് ലൈറ്റൊന്നും കാണാൻ പറ്റുന്നതായിരിക്കില്ല. ഇതാ നീല കളറിൽ കാണുന്നത് ഖത്തർ പെട്രോളിയത്തിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഈ കടലിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ദോഹയുടെ ഒരു പോർട്ട് ഏരിയ ആണ്. അവിടെ ഷിപ്സ്, വർക്കിംഗ് ബോട്ട്സ്, അതുപോലെ ഫിഷിംഗ് ബോട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേര സമയങ്ങളിൽ എല്ലാവരും കുട്ടികളോടൊത്ത് ഉല്ലസിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു ഭാഗത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ തന്നെയായിരുന്നു. അത് ഈ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ആ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഖത്തറിലുള്ള ഇറാനി സൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അങ്ങ് ദൂരെ ഒരു മഞ്ഞ കളറുള്ള ഒരു കൊട്ടാരം പോലത്തെ സ്ഥലം കണ്ടോ? അത് ഇവിടുത്തെ ഒരു ഇസ്ലാമിക് കൾച്ചറൽ സെൻ്റർ ആണ് കേട്ടോ. ഇത് രാത്രികാലങ്ങളിൽ ഇതുപോലെ തിളങ്ങി നിൽക്കും. ദി ബിഗ്ഗസ്റ്റ് മോസ്ക് ഇൻ ഖത്തർ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇതിൻ്റെ പകൽ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ പകൽ ഇതുപോലെ ഉണ്ടാവും, രാത്രിയാണല്ലേ കാണാൻ കൂടുതൽ ഭംഗി. ഇനി നമുക്ക് സൂക്കിലെ കാഴ്ചകൾ കണ്ടാലോ. ലാബിറിന്ത് ബസാർ അഥവാ സ്റ്റാൻഡിങ് മാർക്കറ്റ് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഖത്തറിൻ്റെ ക്യാപിറ്റലായ ദോഹയുടെ പഴയകാല മാർക്കറ്റാണ് ഈ സൂക്ക്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആണ് എന്നറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല, വന്നപ്പോൾ ഓപ്പൺ ആയി കണ്ടു, അത്രയേ ഉള്ളൂ. ഖത്തറിൻ്റെ കൾച്ചറിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതീകമാണ് ഈ സൂക്ക്. ചുരുക്കി പറഞ്ഞ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലം. എന്നിട്ടുണ്ട് ഇവിടെ അത്രയധികം ആൾക്കാരൊന്നും കാണാത്തത് നിങ്ങൾ ആരും ചിന്തിക്കണ്ട. ഇങ്ങനെയായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ. ഇതുപോലെ ഒരു ക്രൗഡഡ് ഏരിയ ആയിരുന്നു ഇത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ്. അതുപോലെ എല്ലാ ഷോപ്പും ഒന്നും തുറന്നിട്ടൊന്നുമില്ല. ഇവിടൊക്കെ എല്ലാവരും മാസ്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ കടയുടെയും പുറത്ത് അവരിങ്ങനെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും ഷോപ്പിനുള്ളിൽ കയറ്റുന്നതല്ല എന്ന്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു എപ്പിസോഡിലൊന്നും തീരൂല. ഒരു എന്താ പറയുക, നമ്മൾ സീരിയൽ പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് മടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്.
ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ട് ഈ സൂക്കിന്. ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ ഇത് 2006 റീഫർണിഷ് ചെയ്തതാണ് സംഭവം. അവിടുത്തെ ഇടനാഴികളിൽ കൂടിയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഫുഡിൻ്റെ അതുപോലെ സ്പൈസസിൻ്റെ ഒക്കെ സ്മെൽസ്, അതുകൂടാതെ എത്രയോ മനോഹരമായ കരകൗശല വസ്തുക്കളും എല്ലാം നമുക്ക് ഖത്തറിൻ്റെ ആ ഒരു കൾച്ചറിനെ സൂചിപ്പിക്കുന്നതായിട്ട് മനസ്സിലാകും. ഡസൻ കണക്കിന് റെസ്റ്റോറൻറ്റ്സാണ് ഇതിനകത്തുള്ളത്. നമ്മൾ പോയ സമയത്ത് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. ഒരു 2-3 കട അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. വാണിജ്യ വ്യാപാരത്തിനായിട്ടുള്ള ഖത്തറിൻ്റെ ഒരു ഒതൻറ്റിക് ഫീല് കിട്ടുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ദോഹയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ഇറാനി സൂക്കാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ആ ഒരു തിരക്ക് കാണിക്കൽ ഫ്രൈഡേ, അതായത് ഇവിടുത്തെ വീക്കെൻഡിൽ വന്നാൽ മതി. കണ്ടില്ലേ, ഇപ്പം അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, തിരക്കേ ഇല്ല എന്ന് പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഉള്ള ഒരു സ്ഥലം 100 വർഷം പഴക്കമുള്ളത് റീഫർണിഷ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ആവശ്യമായ മുളകൾ അതുപോലെ മരങ്ങളൊക്കെ ഇവർ ഏഷ്യയിലെ പല ഭാഗത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ കാഴ്ചകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരൂല, പറഞ്ഞാലും തീരൂല. അപ്പം അതിലും നല്ലത് ഇതുപോലെ കാണിക്കുന്നതാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇടനാഴികളിലൊന്നും മുകളിൽ റൂഫില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കണ്ടതാണ്. അതുപോലെ നമ്മൾ ഓലമെടയൂലേ, ഓലമെടഞ്ഞിട്ട് അതുപോലെ ചെറിയൊരു റൂഫ് അവിടെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതിന് അങ്ങനെ ഷേപ്പൊന്നുമില്ല സംഭവം. നമ്മൾ പോയ സ്ഥലത്ത് കൂടി തന്നെ പിന്നെയും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എങ്ങനെയല്ല പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയാം. സത്യം പറഞ്ഞിട്ട് കാഴ്ചകൾ കണ്ടാൽ മതിയാവില്ല, അത്രക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങട്ടോ. ഇനി നേരെ റൂമിലേക്ക്. ഈ ഒരു സ്ഥലം ഇതുപോലെ കാലിയായിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ മുന്നേ ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ജനുവരി ടൈമിൽ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഫുള്ള് ആൾക്കാരൊക്കെ ആയി. പിന്നെ സംഭവം എന്ന് വെച്ചാൽ കുതിരപ്പുറത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും, എത്ര റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ഈ കയ്യിൽ പക്ഷികൾ വന്നിട്ടിരിക്കൂലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് നിതിനേട്ടൻ മുന്നേ ഇവിടെ വന്ന സമയത്ത് എടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂക്കിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഖത്തർ ഓർമ്മകളും വിശേഷങ്ങളൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നിന്നാണ് ഞാനുള്ള വീഡിയോസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തപ്പി നോക്കിയിട്ട് എടുക്കേണ്ടി വരും. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.